മംഗല്യൻ തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആഹാ, നല്ല മണം. എൻ്റെ ഭാര്യ നാളെ അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇന്ന് വല്ല വിശേഷ ദിവസം വല്ലതാണോ ദുർഗേ? ഓ, അതെന്താ, നിങ്ങൾക്ക് വിശേഷ ദിവസങ്ങൾ മാത്രമാണോ ഞാൻ കഴിക്കാണ്ടായി തരുന്നത്? അതല്ല, ഈ ചട്ടിയിൽ മീനിക്കുന്നു, പിന്നെ എന്തൊരു പ്രത്യേക ചിക്കൻ കറി. നിങ്ങൾക്കൊന്നും അറിയില്ലേ, ആൾക്ക് എന്താ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ആ മീൻ ഇന്നലെ വെച്ചാ, അതുകൊണ്ടാ വേറെ കറി വെക്കാന്ന് കരുതി. ഓ, അത് ശരി, അങ്ങനെ. എന്നാലും തന്നെ മനസ്സിലുള്ളത് സമ്മതിക്കാൻ വയ്യ. നീ കാണിക്കുന്നൊക്കെ ദത്തിനുള്ള പരാതിയല്ലേ ദുർഗ? അല്ലാതെ നിധിമോളോട് നിനക്കൊരു ഇഷ്ടക്കേടില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്താന്ന് വെച്ചാൽ കരുതിക്കോ. ഇപ്പം ഏതായാലും വെറുതെ ഇരിക്കുമല്ലേ, ദാ ഈ കുറുക്ക് പിള്ളേർക്ക് കൊടുക്ക്. ഇതാ നിന്റെ അടുത്തേക്ക് വന്നാ എനിക്ക് എപ്പോഴും പണി കിട്ടിക്കൊണ്ടേയിരിക്കും. തമാശയോടെ പറയുന്ന സത്യനെ ദുർഗ തുറച്ചു നോക്കി. ഭക്ഷണം എല്ലാം റെഡിയാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചു. നീ വന്നു വല്ലതും കഴിക്കാൻ നോക്ക്. പുറകിൽ ദുർഗയുടെ ശബ്ദം കേട്ട് നിധി പതിയെണിറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. നിധിയെ ചെയറിലേക്ക് എത്തി പ്ലേറ്റ് വെച്ച് കൊടുത്തു. അതിലേക്ക് ചോറും കറിയെല്ലാം വിളമ്പിക്കൊടുത്തു. ചെറിയ നിരാശയോടെ അവൾ ദുർഗയെ നോക്കി. അപ്പോഴേക്കും സത്യനും കഴിക്കാനായി വന്നിരുന്നു. ആ, മോളെന്താ നോക്കിക്കുന്നത്? എടുത്ത് കഴിക്കും മോളെ. എനിക്ക് നളിനിയമ്മ വാരിത്തരും. സത്യനെ നോക്കി പറഞ്ഞു നിധി. നിനക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കും. നിന്നെ ഊട്ടിയിറക്കാൻ ഇവിടെ ആളെ വെച്ചിട്ടൊന്നുമില്ല. പെട്ടെന്ന് ദുർഗയുടെ ശബ്ദമുയർന്നു. നിധി പേടിയോടെ ചുണ്ടു വിതുമ്പി ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങി. മുറ്റത്ത് അമ്പിളി മാമനെ കാണിച്ച് പിറകെ നടന്ന് തന്നെ കഴിപ്പിക്കുന്ന അമ്മയെയും ചിരിയോടെ ചോറ് വാരി തരുന്ന നളിനിയെയും ഓർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പതിയെ ചെയറിൽ നിന്ന് എണീറ്റ് പോവാൻ നിന്നു. നീ നിന്റെ അച്ഛന് വേറെ ആരും വന്ന് കഴിക്കൂടി. അത് മുഴുവൻ കഴിച്ചിട്ട് നീ എണീക്കാവും. ഇരിക്കടി അവിടെ. ദുർഗ, അവളൊരു കുഞ്ഞല്ലേ ദുർഗ? ഓ, ഒരു കുഞ്ഞ്. ദുർഗയുടെ ഭാവം ദേഷ്യം കണ്ട ഒരു വിറയലോടെ ദുർഗയെ നോക്കി ചെയറിലേക്ക് തന്നെ വന്നിരുന്ന് നിർത്തി. ദുർഗ എണീറ്റ് അവൾക്കടുത്തേക്കിരുന്ന് ചോറുരുള്ള അവൾക്ക് നേരെ നീട്ടി. ദുർഗയുടെ ദേഷ്യം കണ്ട് പേടിയോടെ നിധി വേഗം വാ തുറന്നു. കഴിച്ചു കഴിഞ്ഞ് അവളുടെ മുഖമെല്ലാം കഴുകിക്കൊടുത്ത് അവളുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. ഇനി വേഗം കിടന്നുറങ്ങിക്കോ. അതും പറഞ്ഞ് ദുർഗ കഴിക്കാനായി ഒരുങ്ങി. ജോലിയെല്ലാം കഴിഞ്ഞ് ദുർഗ മുറിയിൽ ചെന്നു. ശങ്കറും ശരണി ഉറങ്ങിയിട്ടുണ്ട്. സത്യനെന്തോ ചിന്തിച്ചിരിക്കുന്നുണ്ട് അടുത്തേക്ക് ചെന്നു. നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. നിന്റെ തലയിൽ ദൈവം എന്നാ നല്ല ബുദ്ധിയായിരുന്നെന്ന് ഓർത്തുപോയതാ. ഞാൻ മനുഷ്യ, നിങ്ങൾ എന്റെ വായിന്നുള്ളിൽ കേൾക്കുപ്പോ? ആ, അതിനെയാണോ ദിവസം കേൾക്കുന്നത്? മാമി. പുറകിൽ നിധിയുടെ ശബ്ദം കേട്ടതും ദുർഗയും സത്യനും തിരിഞ്ഞു നോക്കി. പേടിച്ചാണ്ട് നിൽക്കുന്ന നിധിയെ സംശയത്തോടെ നോക്കി. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അവളെ നോക്കി ചോദിച്ചു ദുർഗ. മാമി, എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ, വിനമിക്കൊണ്ട് പറഞ്ഞു നിധി. ദുർഗ അവിടെ അടുത്തേക്ക് ചെന്നു. വന്ന് പെട്ടിക്കറി കിടക്ക്. നിധിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. അവൾ ഓടിച്ചെന്ന് സത്യൻ്റെ അടുത്തായി ഇറുകെ പിടിച്ച് കിടന്നു. സത്യൻ ദുർഗയെ ഇമവെട്ടാ നോക്കി. അവളിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ സമ്മതൊട്ടും പ്രതീക്ഷിച്ചല്ല. ഇരുവരെയൊന്നും നോക്കിയ ശേഷം ദുർഗ അവരുടെ അടുത്തായി ചെന്ന് കിടന്നു. രാവിലെ പുറത്തേക്ക് പോകാനിറങ്ങിയാണ് സത്യൻ. സത്യേട്ടാ. എന്താ ദുർഗ, വല്ല സാധനം വാങ്ങിക്കാണ്ടോ? ഇല്ല, ദേ ഇതിൽ കൊടുത്ത് ഈ പേരൊന്ന് മാറ്റിക്കണം. ദുർഗ പറയുമ്പോൾ കയ്യിലെ പേപ്പേഴ്സിലേക്ക് നോക്കി സത്യൻ. ഇത് നിധിയുടെ സർട്ടിഫിക്കറ്റ് അല്ലേ? അതെ, ഇതിൽ നിധി എന്ന് മാറ്റി വായിക്കൊള്ളുന്ന വല്ല പേരും വെക്കണം. അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ദുർഗ. സാരമില്ല, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല, ഈ പേര് വേണ്ട. ഇവൾ കുറച്ച് കഴിഞ്ഞ് വലിയ കുട്ടിയാകുമ്പോൾ എല്ലാവരും നിധി എന്ന് വിളിക്കുമ്പോൾ അവൾക്ക് തന്നെ ആയിരിക്കും അതിന് കുറച്ചിൽ തോന്നുന്നത്. അതിനിപ്പോൾ ആ പേരിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുകൂടി കേട്ടാൽ മതി. ആ പേര് മാറ്റി വേറെ പേര് വെക്കണം. വേറെന്ത് പേര്? അത് ഞാനൊരു പേര് നോക്കിയിട്ടുണ്ട്. ഓ, എന്താണാവോ? ശിവാംഗി. വീട്ടിൽ ശിവ എന്ന് വിളിക്കാം. ഓ, നീ കണ്ടുപിടിച്ച വലിയ പേര്. ഓ, അതിന് നിധിയേക്കാൾ ഭംഗിയുണ്ട്. ആ ശരി, ഞാൻ പോയി നോട്ടെ. പറഞ്ഞുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി അയാൾ പുറത്തേക്ക് നടന്നു. ദുർഗാമേ. അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു 10 വയസ്സ് തോന്നിക്കുന്ന പയ്യൻ ഓടി വന്ന്. ആഹാ, ഇതാര് ദേവമോനോ? വിരുന്നഴിഞ്ഞ് എപ്പോ എത്തി? ദേ ഇപ്പൊ എത്തിയതുള്ളൂ ദുർഗാമേ. പറയുന്നിട അവന്റെ കണ്ണുകൾ വാതിൽപ്പടിയിൽ നിന്ന് നോക്കുന്ന ആ കണ്ണുകളിലേക്ക് പതിച്ചു. ദുർഗാമേ, അതാരാ? ദുർഗ തിരിഞ്ഞു നോക്കി. അതിന്റെ ഏട്ടന്റെ മോളാ. ഇനി ഇവിടെ ഉണ്ടാവും. അതെങ്ങനെ? അത് ഇനി അവൾ ഞങ്ങളുടെ മോളാ. ഇപ്പൊ പറഞ്ഞ മോന് മനസ്സിലാവില്ല. ഇങ്ങ അടുത്തേക്ക് വാ. എന്താ എന്റെ പേര്? ദേവം വിളിച്ചെങ്കിലും അവൾ അവിടെ തന്നെ നിന്നു. അവളുടെ പേര് ശിവാംഗി. ശിവ എന്ന് വിളിക്കും. വാവ്, നല്ല പേര്. എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം പറഞ്ഞ് അവൻ വന്ന വഴിയെ ഓടി. അല്പമെത്തി വീണ്ടും തിരിഞ്ഞു നോക്കി. അപ്പോഴും അവന്റെ മിഴികൾ നിധിയിൽ തറഞ്ഞു നിന്നു. ദുർഗ നിധിയെ നോക്കി. അത് നിന്റെ മാമയുടെ സഹോദരിയുടെ മോനാ ദേവൻ. ഇവിടെ എപ്പോഴും വരും. അവനോട് പറഞ്ഞു നീ കേട്ടല്ലോ. ഇനി നിന്റെ പേര് നിധി ഭൂതമെന്നല്ല, ശിവാംഗി. ശിവ എന്ന് വിളിക്കും. ഇനി ആര് ചോദിച്ചാലും ശിവാംഗി എന്നേ പറയാവൂ, കേട്ടല്ലോ? ദുർഗ പറയുന്നതിനോട് തലവരിക്ക് സമ്മതം പറഞ്ഞു. എന്നാ പറ, എന്താ നിന്റെ പേര്? ശിവാംഗി. ആദ്യം നിധി എന്ന് പറയാൻ തുടങ്ങിയെങ്കിലും പിന്നീട് അവനെ നോക്കി ശിവാംഗി എന്ന് പറഞ്ഞവൾ. അവിടെ തുടങ്ങിയായിരുന്നു നിധിയിൽ നിന്നും ശിവാംഗി എന്ന ശിവയിലേക്കുള്ള യാത്ര. അമ്മായിയുടെ ശാസനയും മറ്റുമെല്ലാം കേട്ട് അവൾ അവർക്കിടയിൽ ഒരാളായി ആ വീട്ടിൽ വളർന്നു.
ഇടക്കൊക്കെ നളിനിയും നീലിയും ഭാസ്കരനും അവളെ കാണാൻ വന്നിരുന്നു. അപ്പോഴെല്ലാവരും അവളോട് കാണിക്കുന്ന സ്നേഹമെല്ലാം കണ്ട് ദുർഗയ്ക്ക് വല്ലാത്ത അനിഷ്ടം തോന്നി. അതുകൊണ്ട് തന്നെ അവരാരെയും അറിയിക്കാതെ അവരോടൊന്നും താമസം മാറി. അതിനുശേഷം നിധി അവരെ ആരെയും തന്നെ കണ്ടിട്ടില്ല. പതിയെ പതിയെ നിധി എന്ന പേര് പോലും അവൾ മറന്നുപോയി. പൂർണ്ണമായിട്ടും അവൾ ശിവാംഗിയായി മാറിയിരുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. നീണ്ട 15 വർഷം അവളെ പൂർണ്ണമായും ശിവാംഗിയാക്കി മാറ്റിയിരുന്നു. ഡീ ശരണ്യേ, ഡീ, ഓ, ഒന്നിനെയും വിളിച്ചാ വിളിയേക്കില്ല. എന്റെ അമ്മേ, എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നേ? ഡീ, നിനക്കൊക്കെ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നല്ല വേറൊന്നും അറിയില്ലല്ലോ. ദേ, ഈ കരെടുത്ത് അങ്ങ് അടുപ്പിലേക്ക് വെച്ചേ. അയ്യടാ, എനിക്കൊന്നും വയ്യ, ആ കര മുഴുവൻ കരിയാ. ഓ, ഇത് തന്നെ കേൾക്കണം. അതെങ്ങനെയാ ഒരുത്തിയെ കണ്ടല്ലേ പഠിക്കുന്നേ? ആദ്യമൊക്കെ കുറച്ച് പേടിയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തിനാ ഇതിനും തർക്കുത്തരം? അത് തന്നെയല്ലേ വിറ്റകളും കേട്ട് പഠിക്കുന്നത്. എന്റെ ഈശ്വരാ. ശിവേച്ചി, ശിവേച്ചി വിളിച്ച് കൂവാടെ ചെക്ക. അവള് വല്ല മരക്കൊമ്പിലോ കുളത്തിലോ പറമ്പിലോ കാണും. ആഹാ, എന്നാ പോയി നോക്കട്ടെ. ദേ ഇപ്പൊ വരാം. ഡാ ശങ്കരൻകുട്ടി, നിക്ക്, ഞാനും വരുന്നു. മിക്കവാറും ശിവേച്ചി കല്യാണ ചേച്ചിയിലെ മാവി കയറി കാണും. എന്നാലേ ഇന്നലെ ക്ഷേത്രത്തിൽ പോയപ്പോഴേ ചേച്ചി അത് നോട്ടം ഇട്ടതാ. ശരണി ശങ്കരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്റെ ഈശ്വര, അല്ലെങ്കിൽ ആ പൂതനയുടെ വായിന്ന് കേൾക്കാതെ ചീത്തല്ല. ഇനി അവിടെ മാങ്ങട്ടും കൂടെ എന്റെ തലയിലാവാനേ ഉള്ളൂ. ശിവാ! പുറത്തേക്ക് നോക്കി തൊട്ടകലെയുള്ള വീട്ടുവളപ്പിലേക്ക് നോക്കി ദുർഗ ഉറക്കെ വിളിച്ചു. ആ എന്റെ അമ്മേ! ഈ മുതുക്ക അമ്മായിയുടെ ശബ്ദം എന്റെ നാട്ടു. ദുർഗയുടെ വിളിയിൽ ഞെട്ടിക്കൊണ്ട് മാവിൻ കൊമ്പിൽ നിന്നും താഴേക്ക് വീണ് ശിവ. കൈ രണ്ടൊന്ന് കുടഞ്ഞെണീക്കാൻ നിന്നും ഒരു കൈ അവിടെ മുന്നിലേക്ക് നീണ്ടുവന്നു. മുന്നോട്ട് നോക്കിയ ശിവ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവന് നേരെ കൈ നീട്ടി. എണീറ്റ് നേരെ നിന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. ദേവേട്ടനെ പോന്നു. ഞാൻ വരുന്ന വഴിയാ. വീട്ടിലെ ബഹളം കേട്ട മനസ്സിലായി നീ ഇവിടെ കാണുന്നത്. എന്റെ ശിവ, നിനക്ക് ഇപ്പോഴും ഈ മരം കയറി സ്വഭാവം നിർത്താനായില്ലേ? ദുർഗാമ്മയുടെ വായുള്ള കേട്ടാലും നിനക്ക് സമാധാനാവുന്നുണ്ടോ? ചുമ്മാ രസം അല്ലേ ദേവേട്ട? അല്ല, നിനക്കൊന്ന് കോളേജില്ലേ? ഉണ്ട് ദേവേട്ട. ഞാൻ മറന്നു. സമയം 8 കഴിഞ്ഞു. വാച്ചിലേക്കുന്നുകൊണ്ട് ദേവൻ പറഞ്ഞു. അയ്യോ, എന്നാ ശരി ദേവേട്ട, ബൈ. അതും പറഞ്ഞ് അവളിട്ടിരിക്കുന്ന പാവാടയും പൊക്കി പിടിച്ചുകൊണ്ട് പിന്നാമ്പുറം വഴി ഓടി. നീ ശിവ, നിക്ക്! ദേവൻ അവളെ നോക്കി ഉറക്കെ പറഞ്ഞു. അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെ അവൾ വേഗം ഓടിപ്പോയി. ഓടിപ്പോകുന്നവളെ നോക്കി അവന്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വീണിരുന്നു. ആഹാ, ഇതാര് ദേവേട്ടനോ? എപ്പെത്തി? അല്ല, എന്താ വീട്ടുകാരാ ഇവിടെ നിൽക്കുന്നത്? ദേവനെ കണ്ട ശങ്കരനും ശരണി അവനോടായി ചോദിച്ചു. ഒരു മരം കയറിയ നോക്കി വന്ന ഇപ്പൊ കയ്യിന്ന് വഴുതി അങ്ങ് ഓടിപ്പോയി. ആ ശിവേച്ചിയെ തരാൻ ഞങ്ങൾ വന്നേ. ആ, എന്നാൾക്ക് ആളിപ്പോ ബാഗ് എടുത്തോണ്ട് ഓടും. ദേവൻ ഇരുവരെയും നോക്കി പറഞ്ഞുകൊണ്ട് അവരെയും കൂടി വീട്ടിലേക്ക് നടന്നു. അമ്മായിയെ കാണാതെ പതിയെ അകത്തേക്ക് കയറി വേഗം മുറിയിൽ കയറി ശിവ ഡോർ ലോക്ക് ചെയ്ത് ടവലെടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ആഹാ, ഇതാര് ദേവമോനോ? കേറിയിരിക്കെ. മാമനോട് പോയി? കവല വരെ പോയതാ, ഇപ്പൊ വരും. നീ ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. അയ്യോ വേണ്ട ദുർഗമ്മേ, ഞാൻ കുടിച്ചിട്ടാ വന്നേ. എന്നാലും ഒരു കപ്പ് ചായ കുടിക്കടാ. ദുർഗ വിടില്ലെന്ന് കണ്ടാവും. ദേവൻ പിന്നെ എതിർത്തില്ല. ഡാ ശങ്കര, ശിവയെ കണ്ടില്ലേ നീ? ഓ, നമ്മൾ കണ്ടില്ല. അപ്പോഴേക്കും ശിവേച്ചി എത്തേണ്ടടുത്തെത്തി. എന്ത് ചെയ്യാനാ മോനെ, പൂച്ച പമ്മി പാൽ കുടിക്കും പോലെയാ. എന്റെ കണ്ണു വെട്ടിച്ച എല്ലാ കുരുത്തക്കേടും ഇപ്പോഴും ഒരു കുറവുമില്ല. പ്രായം 20 എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ചായക്കപ്പ് ദേവന് കൊടുക്കുന്നതോടൊപ്പം അവന് നോക്കി പറഞ്ഞു ദുർഗ. നിനക്ക് ഇപ്പോഴും അവളെ കുറിച്ച് പരാതിയുള്ളൂ എന്റെ ദുർഗയെ. ഇരുവരുടെയും സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് കയറി വന്ന സത്യൻ ദുർഗയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ എത്തിയോ? ഞാൻ പരാതി പറഞ്ഞാൽ എന്താ? എല്ലാ താളത്തിനും തുള്ളാൻ നിങ്ങളൊരാളുണ്ടല്ലോ. ഇവള് പറയുന്നത് നീ കാര്യാക്കണ്ട മോനെ. ഇവൾക്ക് അവളായിട്ട് അടികൂടാത്തൊരു ദിവസം പോലും ഇപ്പൊ ഇല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലേ ഇവൾക്ക് അന്ന് ഉറക്കം വരില്ല. ശരിയാ മാമേ, അമ്മായിയുടെ വായുന്നതിനായിട്ട് കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. പുറകിലെ ശബ്ദം കേട്ട് 3 പേരും തിരിഞ്ഞു നോക്കി. ജീൻസ് പാൻറ്റും അതിലേക്കൊരു ടോപ്പും ബാഗും കഴുത്തിലൂടെ ക്രോസ് ചെയ്തിട്ട് തങ്ങൾ നോക്കി ചിരിക്കുന്ന ശിവ. ആഹാ, മാമയുടെ മോള് പോവാറിങ്ങിയോ? മോള് കഴിച്ചു വല്ലോ? ഓ, അതൊക്കെ എപ്പോഴേ കഴിച്ചു മാമേ. ഇനി നിന്നാ വൈകും, ഞാൻ പോവാ. ദേവേട്ടാ പോട്ടെ. അമ്മായി ദുർഗയെ നോക്കി നീട്ടി വിളിച്ചു. അവരവളെ തുറിച്ചു നോക്കുന്നതാണ് കണ്ടത്. അമ്മായിയുടെ നോട്ടം പന്തിയില്ലെന്ന് തോന്നിയതും അവർ നോക്കി നെളിച്ചു കാണിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. നിക്കടി അവിടെ. ശുമാമേ കണ്ടോ, ഈ അമ്മായി പുറകേന്ന് വിളിച്ചു. ഇന്ന് ക്ലാസ് ടെസ്റ്റ് ഉള്ളതാ. ഇപ്പൊ ഉറപ്പായി ഞാൻ പൊട്ടുന്ന്. പുറകേന്ന് മാത്രല്ല, എവിടെ നിന്ന് വിളിക്കും. എന്ത് കോലാടിയത്? എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ വേഷിട്ടുണ്ട് പോയരുതെന്ന്. ഒന്നില്ലെങ്കിൽ പ്രായ ഒരു പെൺകുട്ടിയല്ലടി നീ. എന്റെ അമ്മായി, ഞാൻ പോകുന്ന കോളേജിലേക്കാ, അല്ല കല്യാണത്തിനല്ല. അതെന്താടി, നീ കോളേജിലേക്ക് വല്ല ദാവണിയും ചുരിദാർ എടുത്തു പോയാൽ നീ അവിടെ നിന്ന് പടിയിറക്കുവോ? ഇല്ല അമ്മായി, എന്നെ പടിയിറക്കത്തൊന്നുമില്ല. പക്ഷെ അതിട്ട് പോയി എനിക്ക് റേഞ്ച് ഇട്ടില്ല അമ്മായി. പിന്നെ ഞാൻ മാത്രമായിട്ടൊന്നുമല്ല, കോളേജിൽ ഒട്ടുമിക്ക പേരും ഇതൊക്കെ തന്നെയാ. ഏതിനും നിന്റെ അടുത്ത് വാദിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഇങ്ങോട്ട് വാടി പറഞ്ഞുകൊണ്ട് അവിടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റി. ശിവ പുറത്തെ ഗേറ്റിനടുത്തേക്ക് ആരെയോ കാത്തുന്ന പോലെ നോക്കി. ഈ മോക്കരി തല എവിടെ പോയി? മനസ്സിൽ ആത്മഗതിച്ച അവള്. ആ ദുർഗ, നീ എന്തായി കാണിക്കുന്നത്? ഈ വേഷം ഇട്ടുകൊണ്ട് അവിടെ എങ്ങനെയാ പോകുന്നത്? എനിക്കൊന്ന് കാണണം. അമ്മ എന്തീ കാണിക്കുന്നത്? ശിവേച്ചി ഈ ഡ്രസ്സ് എന്തൊരു ഭംഗിയാ.
അല്ലെങ്കിലും അമ്മ ഇപ്പോഴും പണ്ടത്തെ കാലത്ത് റൂൾസും പിടിച്ചുകൊണ്ട് നടക്കുക. ശിവേച്ചി ധൈര്യമായിട്ട് പോക്കോ, അമ്മ ഒന്നും ചെയ്യില്ല. ശിവയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു ശങ്കരൻ. ശങ്കരൻകുട്ടി, നീ ഇതിൽ ഇടപെടണ്ട. ഒരു താക്കീതോടെ അവനോട് ദുർഗ പറഞ്ഞു. ഈ സമയം ശങ്കരൻ ദുർഗയുടെ കയ്യിൽ നിന്ന് ശിവയെ വിടുവിച്ച്. ഓടിക്കോ ശിവേച്ചി. അവന്റെ കവിളിൽ സ്നേഹത്തോടൊന്ന് പിച്ചിക്കൊണ്ട് മാമി ഞാൻ പോയി. ദേവേട്ടാ ഉറക്കി വിളിച്ചു പോയി അവൾ പുറത്തേക്ക് ഓടി. ഇതേ സമയം പുറത്തൊരു ബൈക്ക് വന്നിരുന്നു. അവൾ വേഗം അതിൽ ഓടിക്കയറി. ബൈക്ക് വേഗം അവിടുന്ന് കാറ്റുപോലെ പോയി. ദുർഗ സ്തംഭിച്ചു പോയി. ദേവന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവന്റെ കൈകൾ ചായക്കപ്പിൽ പിടിമുറുകി. എന്റെ ദേവി, മനുഷ്യ നിങ്ങളെന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? കൊഞ്ചിച്ച് ലാളിച്ച് അവളിപ്പോ ഏതൊരുത്തിന്റെ ബൈക്കിൽ കയറി പോയേക്കുന്നു. അല്ലെങ്കിലും എനിക്കറിയാം ഈ നോക്കുന്നൊക്കെ വെറുതെയാ. അവിടെ അച്ഛൻ കാണിച്ച പോലെ അവളും ചെയ്യാനോട്. വായിൽ തോന്നെല്ലാം പുലമ്പിക്കൊണ്ട് പറഞ്ഞ് കരഞ്ഞു ദുർഗ. താൻ എന്തൊക്കെയാ ദുർഗയെ പറയുന്നത്? അവൾ ആരുടെ കൂടെ പോകുന്ന നീ കരുതും പോലെ ഒന്നല്ല. പിന്നെ നീ ഒന്ന് മനസ്സിലാക്കും, ഇത് പണ്ടത്തെ കാലമൊന്നല്ല. അത് അവളുടെ ഫ്രണ്ടാ അരുൺ. അവൻ മാത്രമല്ല, കോളേജിൽ അവർ 5 പേരും നല്ല ബെസ്റ്റ് ഫ്രണ്ടാ. ശിവ, അരുൺ, കാർത്തി, ജൂഹി, ഋതിക എന്നും എല്ലാ കാര്യങ്ങളും വള്ളി ഉള്ളി തെറ്റാതെ അവൾ എന്നോട് വന്ന് പറയും. അവൾ ക്ലാസ്സിലേക്ക് ഇവിടുന്ന് ബസ് പിടിച്ച് എത്തുമ്പോഴേക്കും വൈകിപ്പോവും. തോന്നുന്ന സമയത്ത് മാത്രം അവനെ വിളിക്കാറ്. അവൻ മാത്രമല്ല, ഇവിടുന്ന് 2 കിലോമീറ്റർ എത്തിയ ബാക്കി അവളുടെ ടീമോടെ ഉണ്ടാവും. എന്നിട്ട് എല്ലാവരും ഒരുമിച്ചാ പോക്ക്. സത്യന്റെ വാക്കുകൾ ദേവന് തന്നെ നെഞ്ചിലെ ഭാരം ഇറക്കും പോലെ തോന്നി. ഓ കൊള്ളാം. അപ്പൊ നിങ്ങളോട് അവൾക്ക് നേരത്തെ എല്ലാം പറയാം. ഞാനൊന്നും അറിയാൻ പാടില്ല. അവൾക്കറിയാം ഞാൻ അറിഞ്ഞ അവിടെ ഈ കറക്കൊന്നും നടക്കില്ലാന്ന്. അപ്പൊ നിനക്കറിയാലോ. എന്നാ പിന്നെ നീ നിന്റെ വായ അടക്കി വെക്ക്. ഏതറ്റം വരെ പോലെ ഇങ്ങോട്ട് തന്നെ അവൾ വരുന്നു. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. ദുർഗം ഇങ്ങനെ ചൂടാവാതെ നമ്മുടെ ശിവ ഒരിക്കലും തെറ്റായ വഴിയെ പോവില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ദേവൻ ദുർഗയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങട്ടെ? മോൻ ഇത്ര പെട്ടെന്ന് പോകണോ? ശരിക്കും നിങ്ങളോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ വന്ന്. ഏതായാലും ഞാൻ നാളെ വരാം, അച്ഛനെയും കൂട്ടി. എന്താ മോനെ? അത്ര വലിയ കാര്യമൊന്നുമില്ല മാമ, ഞാൻ വരാം, പോട്ടെ. എല്ലാവരോടും യാത്ര പറഞ്ഞ് ദേവൻ പുറത്തേക്ക് ഇറങ്ങി അവന്റെ കാറിലേക്ക് കയറി. കണ്ടോ, അവൾക്ക് അല്പം നേരം നിന്നിരുന്നെങ്കിൽ ദേവന്റെ കൂടെ കാറിൽ പോവായിരുന്നല്ലോ കോളേജിൽ. ബൈക്കിൽ വല്ലവനെ തോളി പിടിച്ച് നടക്കണം. അതിനു വേണ്ടിയാ. നീ ഒന്ന് നിർത്തുന്നുണ്ടോ ദുർഗേ? സത്യൻ അവർക്ക് നേരെ ശബ്ദമുയർത്തി. ഞാനൊന്നും പറയുന്നില്ല, കാണിക്കാനാ പോന്ന്. കരിതുള്ളിക്കൊണ്ട് ദുർഗ അകത്തേക്ക് കയറിപ്പോയി. ഇവളോട് അല്ലേലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഇതിന്റെ ബാക്കി വൈകിട്ടായിരിക്കും. ഒരാത്മവിശ്വാസത്തോടെ സ്വയം പറഞ്ഞു സത്യം. അതെന്തായാലും പൊളിച്ച്. അപ്പൊ ഇനി ശിവ, നിനക്ക് വൈകിട്ട് അമ്മയുടെ ഒക്കെ നല്ല ചൂട് പാൽപ്പായസം കിട്ടും മിക്കവാറും. തന്റെ സുഹൃത്തുക്കളോട് വീട്ടിലെ രാവിലത്തെ പുകില് പറഞ്ഞ് ചിരിക്കുന്നതിനിടെ അവള് നോക്കി പറഞ്ഞു ജൂഹി. അമ്മായി ശരിക്കൊരു പാവ. ഉള്ളിന് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ പുറത്ത് വെറും രാക്ഷസിയാണെന്ന് മാത്രം. കൊള്ളാലോ ശിവ. ഏതായാലും കുറെ കാലമായി കരുതുന്നു നിന്റെ അമ്മായി ഒന്ന് കാണണമെന്നൊക്കെ. ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താനുണ്ട് ശിവ. അവള് നോക്കിക്കൊണ്ട് പറഞ്ഞു കാർത്തിക്. എന്നൊരു കാര്യം ചെയ്യാം, ഇന്ന് കോളേജിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വീട്ടിൽ പോവാം. അത് വേണോ ശിവ? നിന്റെ അമ്മായി ഞങ്ങളെങ്ങനെ ആട്ടി ഓടിക്കോ? ഋതിക സംശയത്തോടെ ചോദിച്ചു ശിവയോട്. എന്നോട് ദേഷ്യപ്പെടുമെങ്കിലും വീട്ടിൽ വരുന്നവരുടെ അമ്മായിക്ക് വലിയ മാന്യതയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ട. പക്ഷെ നമ്മൾ പറയുന്നതെല്ലാം നല്ല അച്ചട്ടായി മനസ്സിലാവും. നീ എങ്ങനെ സഹിക്കുന്നുണ്ട് ശിവ? അങ്ങനെ നിങ്ങൾ കരുതുന്ന അത്രയ്ക്കൊന്നുമില്ല കാർത്തി. പാവ, എൻ്റെ അച്ഛനോട് പരിഭവം അതിനോട് തീർക്കുന്നവൻ ചിലപ്പോൾ. ഞാൻ അത്രയും കാണുന്നുള്ളൂ. എത്രയ്ക്കായാലും ഒരു കാര്യത്തിൽ അമ്മായി ഇതുവരെ വേർതിരിവ് കാണിച്ചിട്ടില്ല. എൻ്റെ ശങ്കരനും ശരണിയും കൊടുക്കുന്ന അതേ ആഹാരം തന്നെയാണ് അതേ അളവിൽ എനിക്ക് കഴിക്കാൻ തരുന്നു, അതുപോലെ ഉടുക്കാനും. എന്തൊക്കെയാലും ഇന്നലെയും നാളെ എന്തായാലും നിന്റെ വീട്ടിൽ ഞങ്ങൾക്ക് വരേണ്ടി വരും. അരുൺ പറയുന്നതായിട്ട് ശിവ അവനെ സംശയത്തോടെ നോക്കി. എൻ്റെ ശിവ, അമ്മായിയുടെ വിശേഷങ്ങൾക്ക് മുമ്പിലേ നീ ആവണിയുടെ കാര്യം മറന്നു. അടുത്ത ആഴ്ച അവിടെ വെഡിങ്. അത് ഇവിടെ വെച്ചല്ല, അവിടെ നാട്ടിൽ ബാംഗ്ലൂരിൽ വെച്ച് 4 ദിവസത്തെ കല്യാണം. നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും പോകുന്നുണ്ട്. ഞാൻ ആ കാര്യം മറന്നു. ചേടാ, ഇതിപ്പോ എങ്ങനെ ഞാൻ അമ്മായി കൊണ്ട് സമ്മതിപ്പിക്കും? എൻ്റെ മോളെ, കുട്ടികളല്ലേ, അമ്മായിയുടെ കാല് പിടിച്ച് കരഞ്ഞിട്ടാണെങ്കിൽ സമ്മതിപ്പിക്കണം. മിക്കവാറും അതിന് ഞങ്ങൾ വരേണ്ടി വരും. 4 ദിവസത്തെ വിവാഹ ചടങ്ങും കൂടി പിന്നെ എക്സ്ട്രാ 3 ദിവസം അവിടെ തങ്ങി ബാംഗ്ലൂരൊക്കെ അടിച്ചു പൊളിച്ച് നല്ലൊരു ട്രിപ്പാക്കി മാറ്റണം നമുക്ക്. എൻ്റെ അരുണി, നീ പറയുന്നൊക്കെ ശരിയാവും, പക്ഷെ അമ്മായി അങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന. നീ അതിലൊന്നും മയത്തിലൊക്കെ സംസാരിച്ച് കാര്യം സാധിക്കാൻ നോക്ക്. രക്ഷയില്ലെന്നാണെങ്കിൽ നാളെ ഞങ്ങൾ എല്ലാവരും കൂടി നിന്റെ വീട്ടിലേക്ക് വരാം. നോക്കാം. അടുത്ത ആഴ്ചയല്ലേ, ഇനി 5 ദിവസം ഉണ്ടല്ലോ. നിങ്ങൾ വാ. ഇല്ല, ഇന്ന് ക്ലാസ്സിൽ കയറുമ്പോൾ ആ മുട്ടത്തല എടുത്തിട്ട് കൊടയും. അത് ശരിയാ. ഒരു കേസ് നമുക്ക് പോയി കുറച്ചേരം ഇംഗ്ലീഷ് ആയിട്ട് ഉറങ്ങാം. അരുൺ എല്ലാവരും വിളിച്ച് ഷർട്ടിന്റെ കോളർ പൊക്കി മുന്നോട്ട് നടന്നു. വൈകിട്ട് വീട്ടിലേക്ക് അരുണിന്റെ കൂടെ തന്നെയാണ് ശിവ തിരിച്ചെത്തിയത്. അകത്തേക്ക് കയറാൻ നിന്നു. ശങ്കറും ശരണിയും ശിവയുടെ കൈപ്പിടിച്ച് അല്പം മാറി നിന്നു. എൻ്റെ ശിവേച്ചി, രാവിലെ ഒന്ന് ചേച്ചി പോയതിനു ശേഷം എന്തൊക്കെയാ അമ്മ കാണിച്ചതെന്നറിയോ? ശിവ ഇരുവരും പറയുന്നത് എന്താണെന്ന ഭാഗത്തോടെ നോക്കി. ആദ്യത്തെ ഇത് പിടിക്കേ പറഞ്ഞുകൊണ്ട് ശങ്കർ ശിവയുടെ കയ്യിലേക്ക് 2 ജീൻസ് പാൻറ് കൊടുത്തു. ഇത് പുറത്ത് അയൽ കിടന്നുകൊണ്ട് ഞാൻ എടുത്തു വെച്ചു. ഇനി മുറി ചെന്നാൽ കാണാം ചേച്ചിയുടെ എല്ലാ പാൻറ്റും അമ്മ പട്ടി കടിച്ചു പറിച്ച പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അച്ഛനെ എതിർപ്പ് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. നാളെ ചേച്ചി കോളേജിലേക്ക് പാൻറ്റും കുട്ടി ടോപ്പിട്ട് പോകുന്ന എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. പോരാതിന് ഏതൊരുത്തിൻ്റെ കൂടെ ബൈക്കിൽ കയറിപ്പോയെന്നൂടെ. ശങ്കരൻ പറയുന്നേട്ട് ശിവ താളിൽ കൈവച്ചു. ശിവ വേഗം ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് കാർത്തിയെ വിളിച്ചു. ഹലോടാ, ഇവിടെ സീനാടാ. ശിവ, എടുത്തിയാടിയൊന്നും ചെയ്യരുത്, ഓർമ്മയുണ്ടല്ലോ അടുത്ത ആഴ്ച ബാംഗ്ലൂര്.
ശിവന്ന് മൂളുക മാത്രം ചെയ്തു. എന്നാ ഓക്കേടാ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശിവ ഫോൺ ബാഗിലേക്ക് ഇട്ട് അകത്തേക്ക് കയറി പതിയെ മുറിയിലേക്ക് പോവാൻ നിന്നു. നിക്കടി അവിടെ. പുറകിൽ നിന്നും ദുർഗയുടെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് മുഖം ചുളിച്ചു. ഒന്ന് ശ്വാസമെടുത്ത് പതിയെ ദുർഗയുടെ മുഖത്തേക്ക് ഒരു ചിരിയോടെ നോക്കി. ആ അമ്മായി, ഞാൻ വരുന്നേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി. നീ ആരടി അവൻ? അയ്യോ, അമ്മായി കരുതും പോലെ. ചോദിച്ചതിന് മറുപടി റെഡി. അമ്മായി അവൻ്റെ ഫ്രണ്ടാ. അമ്മായിക്ക് വിശ്വാസം മാമയോട്. നിന്റെ മാമ എനിക്കറിയാം. നീ മൂക്ക് പിടിക്കുന്നിടത്തേക്ക് അങ്ങേര് വരും. അതുകൊണ്ട് നീ കൂടുതൽ ഉരുളണ്ട. എന്നു മുതലാ നീ അവൻ്റെ കൂടെ കൂടിയത്? ആരുടെ? പെണ്ണെ, എന്നെ കൊണ്ട് വാങ്ങിക്കും നീ. എൻ്റെ അമ്മായി അവൻ മാത്രമല്ല, ഞാനും കാർത്തിക, അരുൺ, ജൂഹി, ഋതിക, ഞങ്ങൾ നല്ല തിക്ക് ഫ്രണ്ട്സ്. അമ്മായി ഈ കോളേജിൽ തുടങ്ങിയത് മുതലുള്ള കൂട്ടുകെട്ടാ. അല്ലാതെ നിർത്ത്, എനിക്കൊന്നും അധികം കേൾക്കണ്ട. പണ്ട് എൻ്റെ അനിയനെ തളർത്തിയ പോലെ നിനക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ ശവത്തിത്തുകൊണ്ടായിരിക്കണം. അത്രമാത്രം പറഞ്ഞ് ദുർഗ തിരികെ അടുക്കളയിലേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.